എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക് വിശദമായി കടക്കുന്നു. CMRL ജീവനക്കാരുടെ മൊഴിയെടുക്കുന്നത് കൊച്ചിയിലെ ED ഓഫീസിൽ തുടരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ ഉദ്യോഗസ്ഥരെ ED ചോദ്യം ചെയ്തു. ഇന്നലെ രാവിലെയാണ് 3 ജീവനക്കാർ EDക്ക് മുന്നിൽ ഹാജരായത്. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. അർജുൻ, ഇന്നലെ രാവിലെയാണ് 3 ഉദ്യോഗസ്ഥർ EDക്ക് മുന്നിൽ ഹാജരായത്. അതേസമയം CMRL MD ആയിട്ടുള്ള ശശിധരൻ കർത്ത ഹാജരായിട്ടില്ല. ഇവരുടെ ചോദ്യം ചെയ്യൽ ഈ രാത്രി കഴിഞ്ഞ് പുലർച്ചെയും തുടരുകയാണോ? ബിനിൽ, അങ്ങനെയാണ്. ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്ന CMRLന്റെ 3 ഉദ്യോഗസ്ഥരുടെ 3 ജീവനക്കാരുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. അതായത് ഇന്നലെ രാവിലെ ഏതാണ്ട് 10:30യോടെയാണ് ഇവർ 3 പേരും ഹാജരായത്. ശശിധരൻ കർത്ത, CMRLന്റെ MD ആയ ശശിധരൻ കർത്തയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം ഹാജരായിരുന്നില്ല. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ K സുരേഷ് കുമാർ, IT മാനേജർ NC ചന്ദ്രശേഖർ, സീനിയർ IT ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള എന്നിവരാണ് ഇന്നലെ ഹാജരായത്. ഇതിൽ 2 പേരുടെ മൊഴിയെടുക്കൽ ഉച്ചയ്ക്ക് ശേഷമാണ് ആരംഭിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ സാധാരണ ഇത്തരത്തിലുള്ള പതിവ് ഉണ്ടാകാറില്ല. എങ്കിൽ പോലും ഇന്നലെ രാത്രി വൈകിയും ഇവരുടെ ചോദ്യം ചെയ്യൽ തുടർന്നു. ഇപ്പോഴും ഇവർ ED ഓഫീസിൽ തന്നെ തുടരുകയാണ്. പ്രധാനമായും ഇവരിൽ നിന്ന് അന്വേഷിക്കുന്നത് എക്സാലോജിക്കുമായി CMRL ഉണ്ടാക്കിയ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ, അതോടൊപ്പം തന്നെ ലെഡ്ജർ അക്കൗണ്ടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ രേഖകളായി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഇവരുടെ നിർണായക മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. ആദ്യഘട്ടത്തിൽ ആദായനികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഈ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയപ്പോൾ ആദായനികുതി വകുപ്പിന് മുമ്പിൽ ഈ ചന്ദ്രശേഖർ നൽകിയ മൊഴി നിർണായകമായിരുന്നു. അതായത് എക്സാലോജിക്ക് യാതൊരു സേവനവും നൽകാതെയാണ് അവർക്ക് 1,72,00,000 രൂപ കൈമാറിയത് എന്നായിരുന്നു അന്ന് ലഭിച്ച മൊഴി. ഇതിന് പിന്നാലെയാണ് ഈ കേസിൽ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയും കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. SFIയുടെ അന്വേഷണം വന്നു. അതിനുശേഷം ഇപ്പോൾ EDയുടെ അന്വേഷണവും വന്നു. സ്വാഭാവികമായും EDയുടെ അന്വേഷണത്തിലും ഈ മൊഴി ഏറെ നിർണായകമാകും. സ്വാഭാവികമായും ഇത്തരത്തിൽ സേവനങ്ങൾ ഒന്നും തന്നെ വാങ്ങിയിട്ടില്ല എന്ന മൊഴിയായിരിക്കും ഈ IT വിഭാഗം തലവന്മാരിൽ നിന്നും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഓഫീസർമാരിൽ നിന്നും എടുക്കുക. നേരത്തെ ഇക്കഴിഞ്ഞ 8-ാം തീയതി ഇവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇവർ ഹാജരായിരുന്നില്ല. ഇതിന് പിന്നാലെ MD ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചു. EDയുടെ നടപടികൾ സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു, ഹർജി തള്ളുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഇന്നലെ ഇവർ 4 പേരോടും ഹാജരാകാൻ വേണ്ടി ED നോട്ടീസ് നൽകുകയായിരുന്നു. എന്നാൽ MD ശശിധരൻ കർത്ത ഒഴികെയുള്ള 3 പേരാണ് ഹാജരായിരിക്കുന്നത്. ഇവരുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. അർജുൻ, ഇതിൽ ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ED. CMRL നൽകിയിരുന്ന ഈ ചോദ്യം ചെയ്യലിനെതിരെ നൽകിയിരുന്ന ഹർജി ഉൾപ്പെടെ ഹൈക്കോടതി തള്ളുകയും ചെയ്തിരുന്നു, അർജുൻ ചൂണ്ടിക്കാട്ടിയതുപോലെ. അപ്പോൾ ശശിധരൻ കർത്തയിലൂടെ വീണ വിജയനിലെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ED എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ്. നേരത്തെ തന്നെ ഈ ED ഈ കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ സ്വാഭാവികമായും അടുത്ത ഘട്ടത്തിൽ വീണ വിജയന് നോട്ടീസ് നൽകുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. അതിന് മുന്നോടിയായിട്ടാണ് CMRL ഉദ്യോഗസ്ഥരുടെയും MD ശശിധരൻ കർത്തയുടെയും മൊഴിയെടുക്കാൻ ED ശ്രമിച്ചത്. ഏതായാലും ശശിധരൻ കർത്തയുടെ മൊഴി ഏറെ നിർണായകമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടി ആണ് അദ്ദേഹം വിട്ടുനിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ED അടുത്ത ദിവസങ്ങളിൽ ശശിധരൻ കർത്തയെ നിർബന്ധമായും ചോദ്യം ചെയ്യേണ്ട ഘട്ടത്തിലേക്ക് പോകും. എന്തായാലും അതിന് പിന്നാലെ സ്വാഭാവികമായും ഈ കേസിൽ ഏറ്റവും നിർണായക നീക്കം ED നടത്താൻ ഒരുങ്ങുകയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് നോട്ടീസ് നൽകാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അത് ഏറ്റവും അടുത്ത ദിവസങ്ങൾ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നത്. CMRL MDയെ ചോദ്യം ചെയ്യുന്നതിലൂടെ മുഖ്യമന്ത്രിയുടെ മകളെ തന്നെയാണ് ED ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തമാണ്. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ നേരം വെളുക്കുവോളം CMRLന്റെ ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചിയിലെ ഓഫീസിൽ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്.